Hi friends, Assalamu alaikum. Bismi Kichalota, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത്. ആ കാപ്പിപ്പൊടി ബൂസ്റ്റും പിന്നെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് ആണ്. അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള അധികം പൈസ ചിലവില്ലാത്ത ഒരു അടിപൊളി ജ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ജ്യൂസ് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു അൺബോക്സിംഗ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് എന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ വാങ്ങിയപ്പോൾ അത് നിങ്ങളും കൂടി കാണണ്ടേ, അതിനുവേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. ആദ്യം നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പിന്നെ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെരുപ്പാണ് നോക്കുന്നത് ആദ്യം. ഇതാ ചെരുപ്പ് നല്ലൊരു ക്വാളിറ്റിയുള്ള ചെരുപ്പാണ് കേട്ടോ. അധികം പൈസയൊന്നും ആയിട്ടില്ല. ഇത് 399 രൂപയാണ് ഈ ചെരുപ്പിൻ്റെ വില വരുന്നത്. ഈ ചെരുപ്പെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇതാ നല്ലൊരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു മോഡലാണ്. ഇതൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി വൈസാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ണടയാണ്. ഇത് സാധാരണ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാനോ അത് 2 വീലറിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കണ്ണടയാണ്. ഇത് 100 സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്. വളരെ വില കുറവുണ്ട്, നല്ല ക്വാളിറ്റി വൈസാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ചുരിദാർ നോക്കാം. അപ്പോൾ ചുരിദാർ വാങ്ങിയിട്ടുള്ളത് 699 രൂപയുടെ ചുരിദാറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാ എന്താ പറയുക, നല്ലൊരു ലൂസായിട്ടുള്ള നല്ലൊരു ബോട്ടമും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടോപ്പുമാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി മെറ്റീരിയലാണ് കണ്ടോ. നമുക്കിത് ക്യാമറയിൽ ചിലപ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കാം. ഒരു നീല കളറാണ് കണ്ടോ. ഈ ഒരു രീതിയിലാണ് കണ്ടോ. ഇതിൻ്റെ കഴുത്തൊക്കെ നോക്കാം, നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ തന്നെ ബോട്ടമാണിത്. ബോട്ടത്തിൽ കുറച്ച് വർക്ക് വരുന്നുണ്ട്. ഇത് പ്രിൻ്റാണ് കേട്ടോ വർക്ക് വരുന്നത്. ഇത് പ്രിൻ്റാണ്, ഇത് പോകുമൊന്നുമില്ല. നല്ലൊരു അടിപൊളി. ഇത് വെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ എല്ലാതും ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് അതേപോലെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഷാളുമാണ്, നല്ല ലെങ്ത് ആയിട്ടുള്ള ഷാളുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്ത അതേ കളറാണ് കേട്ടോ. കളറിലൊന്നും ഒരേ മാറ്റം വന്നിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് കളറിൽ മാറ്റം വരാറുണ്ട്. പക്ഷെ ഇത് ആമസോണിൽ നിന്ന് കറക്റ്റായിട്ടുള്ള കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഷേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനമാണ് ഷേപ്പർ. നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഷേപ്പറിന് വില വന്നിട്ടുള്ളത് 377 ആണ്. പക്ഷേ ഇത് ഞാൻ കടകളിലൊക്കെ ചോദിച്ചു നോക്കിയിരുന്നു കേട്ടോ എനിക്കൊരു ഷേപ്പർ വാങ്ങാനായിട്ട്. അപ്പോൾ 600, 550 അങ്ങനെയൊക്കെയാണ് വില പറഞ്ഞിരുന്നത്. ഇത് XL ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബനിയനാണ്. ബനിയൻ ഇത് ആൺകുട്ടികളുടെ ബനിയനാണ്. ഇതും നല്ല ക്വാളിറ്റിയുള്ള ബനിയാണ്. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല അടിപൊളി ക്ലോത്താണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ 2 ബ്ലാക്ക് ലൈനായിട്ടുള്ളത് കയ്യിലേക്കും അതിങ്ങനെ വരുന്നുണ്ട്. 2 ഭാഗം കയ്യിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് വെയർ ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ്. ഇതിൻ്റെ വില വന്നിട്ടുള്ളത് 449 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. ഇത് നല്ല മെറ്റീരിയലാണ്. നമ്മൾ പറഞ്ഞ അതേ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി അതേപോലെ തന്നെ ഗേൾസിൻ്റെ ഒരു ബനിയനും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് മോൾക്ക് വാങ്ങിയതാണ്. ഇത് അതേപോലെ തന്നെ കേട്ടോ. രണ്ടും മഞ്ഞ കളറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മഞ്ഞ കളർ കാണുമ്പോൾ നിങ്ങൾ കരുതും എല്ലാം ഒരു മഞ്ഞ കളർ. മഞ്ഞ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് മഞ്ഞ തന്നെ സെലക്ട് ചെയ്ത്. നല്ല ഭംഗിയുണ്ട് ഇത് വെയർ ചെയ്യുന്ന സമയത്ത്. നോക്കാം, ഇതിന് കയ്യിൽ വൈറ്റ് വന്നിട്ട് ഇത് ഈ ഒരു സ്ഥലത്തും ഇങ്ങനെ വൈറ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ, നല്ല ക്ലോത്തിങ്. നമ്മൾ വിചാരിച്ച ഓർഡർ ചെയ്ത അതേ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ബാഗാണ്. അതും മഞ്ഞ കളറാണ് എടുത്തിട്ടുള്ളത്. അതും 349 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനിതാ മുന്നിൽ ഇങ്ങനെ 2 കള്ളിയും ഇതിൽ നമുക്ക് ഫോണോ പൈസയോ ഒക്കെ ഇടാം. അതേപോലെ തന്നെ സൈഡിലും ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഉള്ളിലാണെങ്കിലും ഇതേപോലെ കണ്ടോ ഒരുപാട് സാധനങ്ങൾ ഇടാം. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. ഇനി നമ്മൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എന്താ 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു അല്പഭാഗം ഒരു ടീസ്പൂണോളം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉള്ളൂ. അത് ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാനാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 5 രൂപയുടെ കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
കോഫി പൗഡർ ഞാൻ 1 ടീസ്പൂണോളം വരുന്ന കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, 1 ടീസ്പൂണോളവേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൈസൂർ പഴമാണ്. ഇതാ, ഒരു മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴം മതിയാകും. ഇപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസിൻ്റെ അളവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മൈസൂർ പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. കട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ, തണുപ്പിച്ച് വെറുതെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തിളപ്പിച്ച പാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. കുറച്ച് ചേർത്തിട്ട് അടിക്കാം, പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതി ഭാഗം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ചതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ബാക്കിയുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നോക്കാം, നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമ്മളിതേ 2 ഗ്ലാസ്സൂടെ സെർവിങ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒരു 3 ഗ്ലാസ് 3.5 ഗ്ലാസ് ഉണ്ടാവും. വലിയ ഗ്ലാസ് ആണെങ്കിൽ നമുക്കിത് 2 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻസൊക്കെ വരട്ടെ കേട്ടോ. കമൻസ് ഒന്നും വളരെ കുറവാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആവശ്യത്തിന് 2 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ തണുപ്പൊന്നും കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഐസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിനായിട്ട് നമ്മളോട് ബാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.